ഷാജിയാണ് എരുമേലിയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മറുപടിയെ? കിരൺ സാറേ, ഞാൻ സ്ഥിരമായിട്ട് പൊതുവേദി കാണുന്ന ഒരാളാണ്. ശരി. സ്ഥിരമായിട്ട് അന്ന് തുടങ്ങിയ കാലം തൊട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്, എന്നും കാണുന്നുണ്ട്. പറഞ്ഞോളൂ. ഞാനിപ്പോ പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന്റെ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഇപ്പൊ 42% നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ബീച്ച് അത് 60 ആക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇന്നൊരു കൂലിപ്പണിക്കാരൻ 1000 രൂപയ്ക്ക് അവൻ പണി ചെയ്ത് വന്നിട്ട് 250 ഷെയർ ഇട്ട് അടിക്കുന്നു. അതവന് ഇപ്പൊ വീര്യം കുറഞ്ഞടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആകത്തില്ല, വീണ്ടും 250 ഇടുന്നു. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അവന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, സർക്കാർ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ 60% ആക്കുക എന്നുള്ളതല്ല. 60% വീര്യം കൂട്ടുക എന്ന് ഞാൻ പറഞ്ഞത്, കുറയ്ക്കരുത്. അവിട്ടും അത് കൂട്ടുക എന്ന് വെച്ചാൽ 60% ഒക്കെ ആക്കുവാണെങ്കിൽ ഈ സാധാരണക്കാരന് കുറച്ച് പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. കാരണം അവനൊന്ന് അടിക്കുവാണെങ്കിൽ താങ്കളുടെ പരിഹാര നിർദ്ദേശിച്ചിട്ട് കടന്നുപോയി ശ്രീ ഷാജി. ഇപ്പോ 40% എന്ന് പറയുന്നത് ലോകത്തെ മദ്യത്തിന്റെ വീര്യം 40നെ ചുറ്റിപ്പറ്റിയാണ്. 60% ഒക്കെ ഉള്ള മദ്യമുണ്ട്. പക്ഷേ ലോകത്തെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളിൽ മദ്യത്തിന് സാധാരണഗതിയിൽ നിശ്ചയിക്കുന്ന ഒരു വീര്യം അങ്ങനെയാണ്, 40-42 എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ കുറഞ്ഞു പോയ താങ്കളുടെ ഒരു ഐഡിയ അങ്ങനെ പറഞ്ഞു. എന്തായാലും കൊള്ളാം. ഓരോ തരത്തിലുള്ള വീട്ടിൽ കൊണ്ടാൻ പൈസ ഉണ്ടാവും, അങ്ങനെ ഉണ്ടേ. ശരി, എന്താ വീട്ടിൽ കൊണ്ടുപോകാൻ പൈസക്ക് വേണ്ടി അങ്ങനെ പിന്നെ മദ്യം വില കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പൈസ കാണില്ലേ? അങ്ങനെ കുറച്ച് കൊടുത്തിട്ട് വീര്യമില്ലല്ലോ. ശരി. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരമുണ്ട് കിരൺ സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഇത് 2ാം പ്രാവശ്യത്തെ ചർച്ചയാണ് ഇപ്പൊ. അല്പസമയം മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പിന്നെ ആദ്യം വളരെ ഉത്സാഹമായിട്ടും ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ ഒരാളെ അറിയിക്കാതെ പെട്ടെന്നൊരു പോക്ക് പോയിട്ട് മംഗലാപുരം പോയി അവിടെ ചെന്ന് അത് ഇങ്ങനെ ഒരാളെ പഴയ ഒരു മന്ത്രിയുടെ കുടുംബക്കാരനെ കാണാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ് വക്കാടിയ കമ്പനിനെ കണ്ട് അതൊക്കെ ഉറപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോഴാണ് നമ്മളെ കേച്ചിയും പറയുന്നത്, സുധീരൻ സാറും പറയുന്നത്, മറ്റോലും പറയുന്നത് ഇതൊന്നും. ശ്രീ മുഹമ്മദ്, ഈ മംഗലാപുരം യാത്ര ചെയ്ത് ബെക്കാടി കമ്പനിക്കാരനെ കാണാനാണോ ഇതുവരെ പ്രതിപക്ഷം പോലും ആരോപണം ഉന്നയിച്ചിട്ടില്ല. അവർ അദാനിയുടെ പ്രതിയെ കാണാനാണെന്നാണ് ആരോപണം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകുകയാണ്. അപ്പൊ താങ്കൾ ഒരു പുതിയ ആരോപണമൊക്കെ ഇങ്ങനെ ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? അതെ സാറേ, അതിലുണ്ട്, ഇതുണ്ട്. കർണാടക കമ്പനിയാണത്. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ നമ്മൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വസ്തുതയില്ലാതെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നതല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ആരോപണം, നമുക്കറിയില്ലല്ലോ പുള്ളി ആരെയാണ് കണ്ടതെന്ന്. കണ്ട ആളുകളുടെ പടമൊക്കെ ഉണ്ട്. അത് അദാനി കമ്പനിയുടെ പ്രതിയാണ് എന്ന് പറയുന്നു. അത് ആര്യടൻ മുഹമ്മദിന്റെ ഒരു ബന്ധുവാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതിന്റെ ശരിതെറ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും അത് വിട്ട് ഇതിൽ വിഷയത്തിൽ അഭിപ്രായം പറയും. സ്വകാര്യത ഉണ്ട്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാരും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പല മുസ്ലിം സംഘടനകളുണ്ട്, അവരെ വിജയിപ്പിച്ച മുസ്ലിം സംഘടനകള്, പിന്നെ മുസ്ലിം ലീഗുകാരുണ്ട്, അവരും പറഞ്ഞാണ്, പിന്നെ പാണക്കാട് തങ്ങളും പറഞ്ഞാണ്. ഇനി അതിലാണ് ജാള്യത. അയാളാണ് കുറവായി മുഖ്യമന്ത്രി, എന്നിട്ടിപ്പോ അത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇത് ഈ കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. അതിവിടെ സന്തോഷാണ് ആ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞതും. അയാളത് അത് കുറവായി. അതിലിങ്ങനെ എന്താണ് അയാൾക്ക് ഉണ്ടായത് എന്നുള്ളത് അയാൾക്ക് തന്നെ അറിയില്ല, മുഖത്ത് നോക്കി. അപ്പൊ മറ്റേ ചർച്ചയൊക്കെ ഞാൻ കണ്ടും ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല കാര്യമാണ് അത്. ഈ കുട്ടികളെ കള്ളുടി പഠിപ്പിച്ചില്ലാതാക്കിയത്. ശരി, താങ്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. കുറേയേറെ കമന്റുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമസ്കാരമൊക്കെ പറയുന്നു കുറേയേറെ ആളുകൾ. 90 അടിച്ചാൽ പൂസാകണമെന്നാണ് മലയാളികൾ കൂടുതലും ആഗ്രഹിക്കുന്നതെന്ന് പ്രമോദ് നാണു പറയുന്നു. സുനിൽകുമാർ പറയുന്നു, വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിച്ചു, പക്ഷേ വീര്യം കൂടിയത് നിങ്ങൾ നിർത്തണം. പറ്റുമോ? ഇത് സതീശൻ വക സ്റ്റാർട്ടപ്പ് പിള്ളേരെ വഴിതെറ്റിക്കാനും കുറേ അഴിമതി നടത്താനും എന്നാണ് സുനിൽകുമാറിൻ്റെ അഭിപ്രായം. ഡോക്ടർ MB മണി പറയുന്നു, മദ്യം, ഭക്തി, വിശ്വാസം, ആചാരം, ജ്യോതിഷം, ലോട്ടറി എന്നീ ബിസിനസ്സുകൾക്കാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. കിണറുകൾ വെള്ളം പോലും മലിനമായിരിക്കുന്നു, രോഗികൾ പെരുകുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് എന്ന് നടക്കുന്നത്, വ്യവസായം നടക്കുന്ന പ്രധാനപ്പെട്ട ചില മേഖലകൾ കൂടിയാണ് പറഞ്ഞത്. മദ്യം, ഭക്തി, വിശ്വാസം, ആചാരം, ജ്യോതിഷം, ലോട്ടറി. അത് വളരെ ഗൗരവമായി മലയാളി ചിന്തിക്കേണ്ട ഒന്നാണ്. വലിയ വിദ്യാഭ്യാസ സമ്പന്നരാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ അറിയുന്നവരാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പണം ചെലവഴിക്കാനും അതിനുവേണ്ടിയൊക്കെ നിൽക്കാനുമുള്ള ആളുകളായി മാറുന്നു എന്നുള്ളത് ഡോക്ടർ MB മണി ചൂണ്ടിക്കാണിക്കുന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.